സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ലി കേസിൽ ബി.ജെ.പി നേതാക്കളുടെ മൊഴിയെടുക്കാൻ വനംവകുപ്പ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മൊഴിയെടുക്കും. ഉടൻ നോട്ടീസ് അയക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. വിവരങ്ങളുമായി നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, ഇത് സംബന്ധിച്ച പരാതിയിൽ സുരേഷ് ഗോപി പുലിപ്പല്ല് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചില വേദികളും സ്ഥലങ്ങളുമുണ്ട്. ആ സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴിയാണോ എടുക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹാഷിമാണ് പരാതിക്കാരൻ. നേരത്തെ പരാതിക്കാരന്റെ മൊഴി വനംവകുപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഈ പരാതിക്കൊപ്പം കൊടുത്തിട്ടുള്ള വീഡിയോയിൽ കാണുന്ന നേതാക്കൾ അവരുടെ മൊഴിയെടുക്കാനും അവർക്ക് ഈ പുലിപ്പല്ല് സംബന്ധിച്ച് എന്തെങ്കിലും അറിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കാനുമാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വീഡിയോയിൽ നമ്മൾ കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുൻ ബി.ജെ.പി ജില്ലാ അധ്യക്ഷനും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കെ അനീഷ് കുമാറാണ്. അനീഷ് കുമാറിന് നോട്ടീസ് അയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ജില്ലാ നേതാക്കൾക്കും സുരേഷ് ഗോപി പങ്കെടുത്ത മറ്റ് സ്ഥലങ്ങളിലെ രേഖപ്രകാരം പോലീസിന് വനംവകുപ്പിന് അറിവുള്ള ആളുകളുടെയും മൊഴിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച് വൈകാതെ തന്നെ ഇവർക്ക് നോട്ടീസ് അയക്കാനും ഇവരിൽ നിന്നും മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വന്യജീവി ചട്ടപ്രകാരം പുലിപ്പല്ല് സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അത് പാരമ്പര്യമായി കൈക്കിട്ടതാണെങ്കിൽ പോലും അത് സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അത്തരത്തിൽ പുലിപ്പല്ല് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് ധരിച്ച് പല വേദികളിലും സുരേഷ് ഗോപി പങ്കെടുത്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരൻ വനംവകുപ്പിന് പരാതി നൽകിയത്. നേരത്തെ പരാതിക്കാരിൽ നിന്നും വനംവകുപ്പ് മൊഴിയെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റ് നേതാക്കളിൽ നിന്നും മൊഴിയെടുക്കാനുള്ള തീരുമാനം. ശരി നടരാജ്.